അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ല അല്ലേ? ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ഏതൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമായിരിക്കും, ഒരു പ്രൊഡക്റ്റീവ്നെസ് ആയിരിക്കും. എന്നാൽ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമുക്ക് തുടക്കത്തിലുണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് പിന്നെ കാണൂല, അത് പോയിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്കതിൽ നിന്നും ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാജയം നേരിടേണ്ടി വരികയോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമെന്ത്, എനിക്കിനി ഈ ഒരു കാര്യം പൂർത്തിയാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കിനി ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ ഒരു ചിന്ത കാരണമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തെ മാറ്റിവെച്ച് വേറൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങും. അപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ടത് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഓരോ കാര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം. കൺട്രോളിങ് ദ മൈൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. എഡ്മണ്ട് ഹിലാരി അറിയുമോ? എഡ്മണ്ട് ഹിലാരിയെ അറിയില്ലേ? ആരാണ് എഡ്മണ്ട് ഹിലാരി? അതെ, എവറസ്റ്റ് കീഴടക്കിയ ആളാണ് എഡ്മണ്ട് ഹിലാരി. നമ്മൾ വിചാരിക്കുന്നത് പോലെ എഡ്മണ്ട് ഹിലാരി ഒരു സുപ്രഭാതത്തിൽ നേരെ അങ്ങ് കയറി ചെന്ന് എവറസ്റ്റിനൊക്കെ കീഴടക്കാൻ ഇറങ്ങിപ്പോയ ആളല്ല എഡ്മണ്ട് ഹിലാരി. പിന്നെ 17 തവണയാണ് എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി എവറസ്റ്റിന് മുകളിലേക്ക് കയറി ചെന്നത്. മാത്രമല്ല 16ാമത്തെ തവണ വെറും 100 അടി മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കൂ, വെറും 100 അടി മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. അന്ന് വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ബ്രിട്ടനിലെത്തി സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് കയറി ചെന്നു. കാണികളൊക്കെ ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രവിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ കാണികളുടെയൊക്കെ ബാക്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരസൂചകമായി എവറസ്റ്റിൻ്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പിറന്നു. അദ്ദേഹം എവറസ്റ്റിനെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയുമോ? എവറസ്റ്റേ, കഴിഞ്ഞ തവണ നീ എന്നെ തോൽപ്പിച്ചു, എന്നാൽ അടുത്ത തവണ നിനക്കെന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം നീ ഒരു പർവ്വതമാണ്, നിനക്കിനി ഉയരാൻ സാധിക്കില്ല. ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്കിനിയും ഉയരാൻ സാധിക്കും. ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിടാൻ നമുക്ക് കഴിയുമെന്നൊരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ളൊരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ കിട്ടും? അനുഭവങ്ങളിലൂടെ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? പരാജയങ്ങളിലൂടെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരിക്കൽ പരാജയം ഉണ്ടായി എന്ന് കരുതി നമ്മൾ ആ ഒരു ലക്ഷ്യത്തെ മാറ്റിവെച്ച് ആ ഒരു ലക്ഷ്യത്തെ മുഴുവനായും വേസ്റ്റ് ആക്കേണ്ട ഒരു കാര്യവുമില്ല. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ഒരു മുന്നോടിയാണ്, ചവിട്ടുപടിയാണ് എന്നും വീഴുന്നത് തെറ്റല്ല എന്നും വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റിയെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. PT ഉഷ അറിയില്ലേ? PT ഉഷ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? PT ഉഷ ആദ്യമായി ഓടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് PT ഉഷയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മികച്ച വിദ്യാർത്ഥികൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുക, നല്ല ഷൂവും പിന്നെ ഓടാനുള്ള നല്ല ഷോർട്സും ഒക്കെ ഇട്ട് നല്ല തയ്യാറായി നിൽക്കുകയാണ്. PT ഉഷ ആണെങ്കിലോ ഒരു ചെരുപ്പ് പോലും ഇല്ലാതാണ് ഓടാൻ നിൽക്കുന്നത് ആദ്യമായിട്ട്. മത്സരം കഴിഞ്ഞ് PT ഉഷ പറഞ്ഞെന്താ അറിയോ? ഞാൻ അങ്ങോട്ടും നോക്കിയില്ല ഇങ്ങോട്ടും നോക്കിയില്ല. എങ്ങോട്ട് നോക്കി? നേരെ നോക്കി. ഫോക്കസ്, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേറെ ആരെയും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരുപാട് നെഗറ്റീവുകൾ, ഒരുപാട് പ്രതിസന്ധികൾ വരും എന്ന് ഉറപ്പാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിച്ച ഏതൊരു ആളുടെയും ജീവചരിത്രം എടുത്തു നോക്കിയാൽ അവരുടെയൊക്കെ പിന്നിൽ ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്ത് വലിയ പ്രതിസന്ധി വന്നാലും, എത്ര പരാജയങ്ങൾ വന്നാലും അതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ, നമ്മുടെ ഫോക്കസ് കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവിടേക്ക് എത്താൻ നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ നേടിയെടുത്തുകൊണ്ടേയിരിക്കണം. അതിനുള്ളൊരു ആത്മവിശ്വാസം നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം. അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഫെയിലിയർ, പരാജയം എന്നുള്ളത് ഓപ്പോസിറ്റ് ഓഫ് സക്സസ് അല്ലേ? എന്നാൽ അത് തെറ്റാണ് സുഹൃത്തുക്കളെ. പരാജയം എന്നത് സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല. ഫെയിലിയർ ഈസ് ആൻ പാർട്ട് ഓഫ് സക്സസ്. അത് സക്സസിൻ്റെ ഒരു പാർട്ടാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ അത് കൊത്തിവെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം എല്ലാവരും മുന്നേറാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.